ഇന്നുണ്ടല്ലോ ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, ബീൻസ് മിക്സിയിലിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ സവാള നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടാറുണ്ട്, എന്നാൽ ഈ ബീൻസും ഒന്നൊന്ന് പരീക്ഷിച്ച് കളയാം എന്ന് വിചാരിച്ചു. കാരണം ഈ ബീൻസ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയം എടുക്കാറുണ്ട് കേട്ടോ, കുറേ സമയം വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ബീൻസ് എടുത്ത് തന്നെ ചിലപ്പോൾ ഞാൻ മാറ്റി വയ്ക്കും കേട്ടോ, കാരണം ചില സമയത്ത് നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ മിക്സിയിലൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല നൈസായിട്ടാണ് വന്നത്. പിന്നെ അത് തോരൻ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോട്ടോ. ഇത് ഇങ്ങനെ പരീക്ഷിക്കണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ച് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഈ ബീൻസ് ഇതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. കുറച്ച് നൈസായിട്ടിരിക്കും, എങ്കിലും അങ്ങനെ തോരൻ വെച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കുഴഞ്ഞൊന്നും പോകുമൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തോരൻ വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ. നമ്മൾ സാധാരണ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ, വാള കട്ട് ചെയ്യാനായിട്ട് സെയിം ബ്ലേഡ് കൊണ്ട് തന്നെയാണ് ഈ ബീൻസും കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ആലോചിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതേ വേഗം ആലോചനയൊക്കെ മാറ്റി വെച്ചുകൊണ്ടും വേഗം ഇത് ചെയ്തോട്ടോ. നല്ല സൂപ്പറാണ്, ഒത്തിരി നൈസായെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബീൻസ് അങ്ങനെ കുഴയാണ്ടൊക്കെ നമുക്ക് തോരൻ വെച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബീൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനി അത് കട്ട് ചെയ്ത് എൻ്റെ സമയം പോകുന്നുള്ള എൻ്റെ വിഷം അങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് മിക്സി ഉണ്ടല്ലോ, എനിക്കിതിൽ കട്ട് ചെയ്യാമല്ലോ.